ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, ഹാൻഡിൽ ടൈറ്റ്, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു വർക്കിന് കയറ്റി. ഹാൻഡിൽ ടൈറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറിൽ ഒട്ടും എയറുണ്ടായില്ല, തീരെ എയർ കുറവായിരുന്നു. ഒരു 10 PSI താഴെ മാത്രമേ എയറുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാൻഡിൽ ടൈറ്റ് കാണിക്കും. ഇപ്പം നിലവിൽ നമ്മൾ എയറൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ടയറിനകത്ത് എയർ ചെക്ക് ചെയ്യണം കേട്ടോ. പഞ്ചർ നിലവിൽ നോക്കിയിട്ട് പ്രശ്നം തോന്നണില്ല, അതുണ്ടോയെന്നുള്ള ദിവസം നോക്കാം. കാരണം എയർ കുറഞ്ഞു കിടന്ന് ഓടി ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനായി. അപ്പോൾ എയർ കുറഞ്ഞു കിടന്ന് ഓടി ഉറപ്പായിട്ടും ടയർ പോകും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനറിനെ കിടക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. ടയറിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഈ സൈഡ് നോക്കി അറിയാം ടയർ നല്ല രീതിയിൽ വെട്ടി തേഞ്ഞ് പോയി. കാരണം ടയർ എയർ കുറഞ്ഞ് ഓടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ടയറിൻ്റെ തേമാനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിയിൽ തേമാനമായി. റൈറ്റ് സൈഡ് തേമാനം, റൈറ്റ് സൈഡ് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എയറൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് ടയർ ചെക്ക് ചെയ്യണം കേട്ടോ. ഈ ചൂട് കൂടുതലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കണം നമ്മൾ, ഓട്ടത്തിനനുസരിച്ചിട്ട്. ഇത് ഒട്ടും കയറുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹാൻഡിലും അത്ര ബലം അനുഭവപ്പെട്ടത് നമുക്ക്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണുണ്ട്, വേരിയേറ്റർ ബോഡി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ് കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും. ഈ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട്, പക്ഷേ ഓടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിനകത്ത് തന്നെ ഈ ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം അത് അത്യാവശ്യം സൈഡൊക്കെ നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു കണ്ടീഷനിലാണ്. അത് മാറ്റിയിട്ടേക്കാം. ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നമ്മളിപ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകൾ നമ്മൾ നോക്കി, വേറെ കുഴപ്പമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഐറ്റമാണത്. സ്പോഞ്ച് പോലത്തെ മൊത്തം പൊടിഞ്ഞു പോയി. അത് നമുക്ക് വന്നത് അതിൻ്റെ ഉള്ളിലാണ്, എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ഷോക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ടിലത്തെ ടയറും ഇതേപോലെ തന്നെയാണ്, എയർ തീരെ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം ടയറുമേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കി, ബാറ്ററി ഇതിൽ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2025 ബാറ്ററി കേട്ടോ. പുത്തൻ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, മാക്സിമം വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ് കേട്ടോ, നല്ല ഫ്രഷ് ഓയിലാണ് ഇതിനകത്ത് കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല ഇതുണ്ടോ. അപ്പോൾ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടില്ല കേട്ടോ. ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്തത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ തന്നെ ക്ലച്ചിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ സ്പോഞ്ചിൻ്റെ ഫിൽറ്റർ, ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കഴിഞ്ഞ് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. പിന്നെ അതേപോലെ നമുക്ക് ഏകദേശം ഒരു 6:30 ഒക്കെ കഴിയും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.